നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാര്യയ്ക്കൊപ്പം ഹജ്ജിനെത്തിയ മലയാളി മക്കയിൽ മരിച്ച നിലയിൽ. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച കേസിൽ കുവൈറ്റിൽ ഷെയ്ഖ് ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വിമാനത്തിൽ തീപടർന്ന സംഭവം ആർക്കും പരിക്കില്ലെന്ന് എയർ അറേബ്യ. കുവൈറ്റ് തീപിടുത്തത്തിൽ ഗുരുതര പരിക്കേറ്റവരെ സന്ദർശിക്കാൻ ബന്ധുക്കൾക്ക് അവസരം. ഇൻഫ്ലുവൻസർമാർക്ക് മുന്നറിയിപ്പുമായി അബുദാബി. അനധികൃത പരസ്യങ്ങൾക്ക് വിലക്ക്. മഷായൂർ ട്രെയിനിൽ യാത്ര ചെയ്തത് 22 ലക്ഷം പേർ. ഹജ്ജ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നുസൂക്ക് ആപ്പിലൂടെ. സൗദിയിലെ കിങ് ഫൈസൽ ആശുപത്രിയിൽ നവജാത ശിശുക്കളെ പരസ്പരം മാറ്റി നൽകുന്നുവെന്ന് ആരോപണം. ഭാര്യയ്ക്കൊപ്പം ഹജ്ജിനെത്തിയ മലയാളി മക്കയിൽ മരിച്ച നിലയിൽ. ഭാര്യയ്ക്കൊപ്പം സ്വകാര്യ ഗ്രൂപ്പിന് കീഴിൽ ഹജ്ജിനെത്തിയ മലപ്പുറം പെരിന്തൽമണ്ണ കാര്യാവട്ടം സ്വദേശി അബ്ദുൾ ജലീൽ മക്കയിൽ നിര്യാതനായി. ഹജ്ജ് നിർവഹിച്ച ശേഷം മക്കയിലെ താമസ സ്ഥലത്ത് കഴിയുന്നതിനിടെയാണ് അന്ത്യം. കക്കാട്ടിൽ കുഞ്ഞാലിക്കുട്ടി മാസ്റ്ററുടെ മകനാണ് അബ്ദുൾ ജലീൽ. പെരിന്തൽമണ്ണയിലെ അൽ ജാമിയ ഹജ്ജ് ഗ്രൂപ്പിലാണ് ഹജ്ജിനെത്തിയത്. 3 ദിവസം കൂടി കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിക്കാനിരിക്കുന്നതിനിടെയാണ് സംഭവം. മുമ്പ് പ്രവാസിയായിരുന്ന അബ്ദുൾ ജലീൽ മസ്കറ്റിലെ ഗൾഫാർ കമ്പനിയിൽ സീനിയർ ക്വാളിറ്റി മാനേജരായിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച കേസിൽ കുവൈറ്റിൽ ഷെയ്ഖ് ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ഈജിപ്ഷ്യൻ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി പണം കൊള്ളയടിക്കുകയും നിയമപാലകരായി ആൾമാറാട്ടം നടത്തുകയും ചെയ്ത കേസിൽ കുവൈറ്റ് ഷെയ്ഖ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്താണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. പോലീസ് എന്ന വ്യാജേന വാഹനത്തിലെത്തിയ സംഘം പ്രവാസിയെ ബലമായി പിടിച്ചുകൊണ്ടുപോവുകയും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന 30,000 കുവൈറ്റ് ദിനാർ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് സംഘം ഇദ്ദേഹത്തെ അൽ അമീരിയ അസോസിയേഷന്റെ പാർക്കിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പിടിച്ചുപറിച്ച പണവുമായി ഷെയ്ഖ് വാഹനത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി. എന്നാൽ പ്രവാസിയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് വാഹനത്തിന് അദ്ദേഹത്തെയും കൊണ്ട് മുന്നോട്ടു പോകാനായില്ല. 3 പേരുടെ പിടുത്തത്തിൽ നിന്നും കുതറിമാറിയ പ്രവാസി വാഹനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും സമീപത്തുള്ള കാൽനടയാത്രക്കാരുടെ സഹായം തേടുകയുമായിരുന്നു. ഉടൻ തന്നെ സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തുകയും ഷെയ്ഖിനെയും 3 കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയുമായിരുന്നു. ഇവരെ കൂടുതൽ അന്വേഷണത്തിനായി പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറിയതായി അധികൃതർ അറിയിച്ചു. തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, അപായപ്പെടുത്താൻ ശ്രമിക്കൽ, ശാരീരിക അതിക്രമങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ്. പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വിമാനത്തിൽ തീപടർന്ന സംഭവം ആർക്കും പരിക്കില്ലെന്ന് എയർ അറേബ്യ. അബുദാബിയിൽ യാത്രക്കാരന്റെ കൈവശമുണ്ടായിരുന്ന പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വലിച്ചെറിഞ്ഞതോടെ വിമാനത്തിലെ കാർപ്പറ്റിന് തീപിടിക്കുകയും ഉടൻ കെടുത്തുകയും ചെയ്തതായി എയർ അറേബ്യ അധികൃതർ അറിയിച്ചു. അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടാനൊരുങ്ങിയ എയർ അറേബ്യ അബുദാബി വിമാനത്തിലായിരുന്നു സംഭവം. ആളപായമോ പരിക്കോ വലിയ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി മറ്റൊരു വിമാനത്തിൽ നാട്ടിലെത്തിച്ചു. പവർ ബാങ്ക് കൈവശം വെച്ച ആളെയും സഹയാത്രികയും അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. കുവൈറ്റ് തീപിടുത്തത്തിൽ ഗുരുതര പരിക്കേറ്റവരെ സന്ദർശിക്കാൻ ബന്ധുക്കൾക്ക് അവസരം. മംഗഫിൽ തൊഴിലാളി താമസ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കാൻ ഏറ്റവും അടുത്ത ബന്ധുവിനെ സന്ദർശക വിസയിൽ കുവൈറ്റിൽ എത്തിക്കും. വിദഗ്ധ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോകേണ്ടവർക്ക് അതിനും സൗകര്യം ഒരുക്കും. മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും എല്ലാവിധ സഹായവും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കമ്പനി ആസ്ഥാനത്ത് നടത്തിയ അനുശോചനാ യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിലേക്ക് പോയവർക്ക് വിമാന ടിക്കറ്റ് നൽകിയിരുന്നു. മരിച്ചവരുടെ അനന്തരാവകാശിക്ക് ജോലി, മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം, വീടില്ലാത്തവർക്ക് വീട് എന്നിവയും മറ്റു സഹായങ്ങളും നൽകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ്.
ഇൻഫ്ലുവൻസർമാർക്ക് മുന്നറിയിപ്പുമായി അബുദാബി. അനധികൃത പരസ്യങ്ങൾക്ക് വിലക്ക്. ലൈസൻസ് ഇല്ലാത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി ശക്തമാക്കി അബുദാബി സാമ്പത്തിക വികസന വിഭാഗം. നിയമം ലംഘിക്കുന്ന കമ്പനിക്ക് 3000 ദിർഹം മുതൽ 10,000 ദിർഹം വരെ പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ്. നിയമലംഘനം ആവർത്തിച്ചാൽ സ്ഥാപനം അടച്ചുപൂട്ടുമെന്നും വ്യക്തമാക്കി. മാർഗനിർദ്ദേശം പാലിക്കാൻ എല്ലാ കമ്പനികളും ബാധ്യസ്ഥരാണ്. അബുദാബിയിൽ മികച്ച ബിസിനസ് അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ഇത് അനിവാര്യമാണെന്നും പറഞ്ഞു. ഇൻഫ്ലുവൻസർമാർ വെബ്സൈറ്റ് വഴി പരസ്യ സേവനം ചെയ്യുന്നതിന് സാമ്പത്തിക വികസന വിഭാഗത്തിൽ നിന്ന് ലൈസൻസ് നേടിയിരിക്കണം. പരസ്യം, മാർക്കറ്റിംഗ്, മറ്റു പ്രമോഷണൽ പരിപാടികൾ തുടങ്ങി ഏതുവിധത്തിലുള്ള പരസ്യമായാലും അനുമതി വാങ്ങണമെന്നാണ് നിയമനം. വെബ്സൈറ്റുകളിൽ പരസ്യം നൽകാനായി ബന്ധപ്പെടുന്ന ഇൻഫ്ലുവൻസർമാർക്ക് അബുദാബിയിൽ ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്നും ഓർമ്മിപ്പിച്ചു. വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സാമൂഹിക മാധ്യമം വഴി പരസ്യം ചെയ്ത് പണം സമ്പാദിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ലൈസൻസ് നേടണമെന്ന് 2018 നാഷണൽ മീഡിയ കൗൺസിൽ ഉത്തരവിറക്കിയിരുന്നു. ലൈസൻസ് ഇല്ലാത്ത ഇത്തരം ജോലികൾ ചെയ്യുന്നവർക്ക് 5000 ദിർഹ പിഴ അടയ്ക്കേണ്ടി വരും. സാമൂഹിക മാധ്യമങ്ങളിലും മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൗൺസിൽ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും സൂചിപ്പിച്ചു. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വിവിധ സാമൂഹിക മാധ്യമങ്ങളിൽ ഒട്ടേറെ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർമാർ വൻ തുക ഈടാക്കിയാണ് വിവിധ ഉൽപ്പന്നങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യം ചെയ്യുന്നത്. ഇതേസമയം പണം വാങ്ങാതെ പോസ്റ്റുകൾ ഇടുന്നതിനും സ്ഥാപനങ്ങൾ ശുപാർശ ചെയ്യുന്നതിനും വിരോധമില്ല. ദൃശ്യ, ശ്രവ്യ, അച്ചടി മാധ്യമങ്ങൾക്ക് UAE പ്രവർത്തിക്കുന്നതിന് നാഷണൽ മീഡിയ കൗൺസിലിന്റെ ലൈസൻസ് നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, അബുദാബി. മഷായൂർ ട്രെയിനിൽ യാത്ര ചെയ്തത് 22 ലക്ഷം പേർ. ഹജ്ജ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നുസൂക്ക് ആപ്പിലൂടെ. ഹജ്ജ് സീസണിൽ 22 ലക്ഷം പേർക്ക് മഷായൂർ ട്രെയിനിൽ യാത്രാ സൗകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഹജ്ജ് അനുഷ്ഠാന കേന്ദ്രങ്ങളായ അറഫ, മുസ്ദലിഫ, മിന എന്നിവിടങ്ങളിലായി 2206 ട്രിപ്പുകളാണ് നടത്തിയത്. മിനാമയിൽ നിന്ന് അറഫയിലേക്ക് 2.92 ലക്ഷം പേർക്കും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് 3.5 ലക്ഷം തീർത്ഥാടകർക്കും മുസ്ദലിഫയിൽ നിന്ന് മിനാമയിലേക്ക് 3.83 ലക്ഷം പേർക്കും യാത്രാ സൗകര്യം ഒരുക്കി. 16-ന് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് 12 ലക്ഷം തീർത്ഥാടകരെ മിനാമ 1, മിനാമ 2 സ്റ്റേഷനുകളിൽ എത്തിച്ചതായും സൗദി അറേബ്യൻ റെയിൽവേ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, മക്ക. സൗദിയിലെ കിങ് ഫൈസൽ ആശുപത്രിയിൽ നവജാത ശിശുക്കളെ പരസ്പരം മാറ്റി നൽകുന്നുവെന്ന് ആരോപണം. സൗദിയിലെ തായ്ഫയിലുള്ള കിങ് ഫൈസൽ ഹോസ്പിറ്റലിൽ ശിശുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തായിഫ് ഹെൽത്ത് ക്ലസ്റ്ററിന്റെ CEO ഡോക്ടർ തലാൽ അൽ മാലികി അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് നിലവിൽ നടന്നുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കിങ് ഫൈസൽ ഹോസ്പിറ്റലിൽ നവജാത ശിശുക്കളെ പരസ്പരം മാറ്റി നൽകിയതായി 2 ആഴ്ച മുമ്പ് ലഭിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത്. വിഷയത്തിൽ അന്വേഷണം എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സൗദി ഗസ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. നവജാത ശിശുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് കാണിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് 2 നവജാത ശിശുക്കളുടെ കുടുംബങ്ങളെ DNA സാമ്പിളുകൾ എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ശ്രദ്ധക്കുറവ് മൂലം നവജാത ശിശുക്കളെ കൈമാറ്റം ചെയ്യപ്പെടാനിടയാക്കിയ സംഭവത്തിന് കാരണക്കാരായ ആളുകൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് തായ്ഫയിലെ ആരോഗ്യ അധികൃതർ അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള മുൻകരുതലുകൾ കൈക്കൊണ്ടതായും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, റിയാദ്. ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.